ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷുട്ടു ആൻഡ് മമ്മ. അപ്പോൾ ഇന്ന് ഞാൻ പതിവിലും നേരത്തെ എണീച്ചിട്ടുണ്ട്. ഇന്നത്തെ ഡെയിലി വ്ലോഗ് കുറച്ച് നേരത്തെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ റെഡിയായിട്ട് നിൽക്കുന്നത്, എനിക്കൊരു ചക്രക്കല്ല് പോകണം. നമ്മളെ തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്യാൻ ടൈമായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ടെസ്റ്റൊക്കെ വാങ്ങിയിട്ട് വേണം ഇനി ഡോക്ടറെ അടുത്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി ഷുട്ടൂനെ കൂട്ടാനാണ് പോകാമെന്ന് വിചാരിച്ചത്. പക്ഷെ ഞാൻ എണീക്കുന്നതിനേക്കാൾ മുന്നേ ആൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവളെയും റെഡിയാക്കി, അമ്മയും റെഡിയായി. ഇപ്പം നമ്മൾ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോട്ടും വരണം. അപ്പോൾ അപ്പൂനെ വെയിറ്റ് ചെയ്യാണ്. എന്തായാലും നമുക്ക് പോകുമ്പോൾ കാണാം. അങ്ങനെ ഇതാ അപ്പു വന്ന് ഞാനും അമ്മയും അപ്പും കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ DDRC ചക്രക്കല്ലിൽ നിന്നാണ് എപ്പോഴും ടെസ്റ്റ് ചെയ്യാറുള്ളത്. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ഏത് ലാബിൽ നിന്നാണോ ടെസ്റ്റ് ചെയ്യുന്നത് അവിടെ നിന്ന് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ടെസ്റ്റ് ചെയ്യണം എന്നാണ് എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മളെപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു സ്ഥലത്താണ് പോകാറുള്ളത്. എനിക്ക് പെട്ടെന്ന് തന്നെ ബ്ലഡ് കിട്ടാറുണ്ട്. അമ്മയ്ക്ക് എപ്പോഴും കുത്തിയാലും ബ്ലഡ് കിട്ടൂല. അപ്പോൾ രണ്ട് കയ്യിലും മാറ്റി മാറ്റി കുത്തേണ്ടി വരും എപ്പോഴും. അപ്പം അങ്ങനെ ബ്ലഡൊക്കെ എടുത്ത് ഇതിപ്പം ഞാൻ കുറേ നാളായിട്ട് കുത്തി ഒന്നും പറയണ്ട. എപ്പോഴും ഇനിയിപ്പം ബ്ലഡ് തീരും. ഇതിപ്പം 3 മാസം കൂടുമ്പോൾ എപ്പോഴും എടുത്ത് ടെസ്റ്റ് ചെയ്യേണ്ട അവസ്ഥയാണ്. ബ്ലഡൊക്കെ കൊടുത്ത് ഇറങ്ങിയ പാടെ തന്നെ അമ്മ ഇപ്പുറത്തെ പച്ചക്കറി പീടികയിലേക്ക് അങ്ങ് ചാടി. അവിടെ കുറച്ച് നമ്മളെ പച്ചക്കറിയൊക്കെ വാങ്ങിക്കേണ്ടിയിരുന്നു. അങ്ങനെ ചീരയൊക്കെ വാങ്ങി വന്നതിന് ശേഷം നമ്മൾ വീട്ടിലെത്തിയിട്ട് ഇന്ന് രാവിലെ തന്നെ പോയേണ്ട വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അവിലും പഴമൊക്കെ ഇട്ട് നമ്മളെ കണ്ണൂർക്കാരുടെ സ്പെഷ്യൽ ഒരു അവലിസ്ത്രി ഉണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി തന്നെ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, ഞാനത് കഴിച്ചോളാം, നിങ്ങൾ എന്നാ വെച്ചാൽ ചെയ്തോന്ന്. അപ്പം അങ്ങനെ അത് ഉണ്ടാക്കി ഞാൻ വന്ന പാടെ ഷുട്ടു വരാൻ വേണ്ടി ഡ്രസ്സപ്പൊക്കെ ചെയ്ത് നിന്നതാണ്. ആക്ച്വലി ഞാനത് പറയാൻ മറന്നുപോയി. അവൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഏച്ചിമാരെ കണ്ടപ്പോൾ പിന്നെ അവളുടെ മൈൻഡ് മാറി. അങ്ങനെ അവളെ കൂട്ടാണ്ട് തന്നെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അവൾ അവരുടെ അടുത്ത് നിന്ന് അവിടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും പോയിട്ട് വരാമെന്ന് ചോദിച്ചിട്ട് ഞാനും അമ്മയും കൂടെ പോവുക ചെയ്തിട്ടുണ്ടായിരുന്നേ. ഈ സാധനത്തിൻ്റെ റെസിപ്പി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരാണെങ്കിൽ എന്തായാലും കണ്ടു നോക്കുക. ഇത് അടിപൊളി സംഭവമാണ്, നല്ല ടേസ്റ്റും കേട്ടോ. ചുട്ടു എന്തിനാ നല്ല ഡ്രസ്സ് ഇട്ടേ? എവിടെ നിക്കാ? തൂജി വെച്ച് റാഗി കുടിക്കാം നമുക്ക്. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ പിന്നെ ഷുട്ടൂന് റാഗി ഉണ്ടാക്കാൻ പോയി. അവൾ ഒറ്റയ്ക്ക് കഴിച്ചോളും റാഗി ആകുമ്പോൾ. അങ്ങനെ ഒരാൾ കഴിച്ചും കഴിഞ്ഞ് പിന്നെ അതിലേക്കുള്ള ഒരു കളിയായിപ്പോയി. മൊത്തം 2 കയ്യിലൊക്കെ തേച്ചൊരച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇവളൊന്ന് ക്ലീനപ്പ് ആക്കി എടുത്തിട്ട് വേണം എനിക്കൊന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് അമൂറായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അമ്മ ഒരു വലിയ അമൂറ് ഫുള്ളായിട്ട് വാങ്ങിച്ചു. അത് നമുക്ക് ഷുട്ടൂപ്പിക്ക് ഫ്രൈ ആക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. നമ്മൾ വേറെ എന്തെങ്കിലും പിന്നെ പച്ചക്കറി എക്സ്ട്രാ വെച്ചാൽ മതിയല്ലോ. അച്ഛനുള്ളതുകൊണ്ട് പച്ചക്കറി ഇല്ലാണ്ട് പറ്റില്ല. അച്ഛൻ വെജിറ്റേറിയനാണ്. അങ്ങനെ നമ്മൾ രാവിലത്തെ പരിപാടിയും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കഴിഞ്ഞ് ഷുട്ടുപ്പിക്ക് രാവിലത്തെ ഉറക്കം ശരിയാവാത്തതുകൊണ്ട് ഭയങ്കര ക്രാങ്കി ആള്. അപ്പോൾ അവൾക്ക് ഉറങ്ങണം എന്ന് പറയുന്നുണ്ട്. ഞാൻ ഇവിടെ ഉറങ്ങുമോ നോക്കിയിട്ട് പിന്നെ നമുക്ക് ലഞ്ചിൻ്റെ പരിപാടിയെല്ലാം ഒന്ന് കാണിക്കാം. ഓക്കെ. ഷുട്ടൂപ്പി ഉറങ്ങിപ്പോയി. ഇനിയിപ്പം ലഞ്ചിൻ്റെ പരിപാടിയെല്ലാം എന്താണെന്ന് ഞാൻ പോയിട്ട് നോക്കട്ടെ. അമ്മ കിച്ചണിലുള്ളത്. ഷുട്ടൂപ്പിനെ ഉറക്കി വരുമ്പോഴേക്കും അമ്മ ഇതാ പച്ചക്കായെല്ലാം കഴുകി നല്ല ക്ലീനാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് പച്ചക്കായാണ് കറി വെക്കുന്നത്. പിന്നെ നമ്മൾ ചക്രക്കല്ലിൽ പോയ സമയത്ത് നല്ല ചീര കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഉപ്പേരി വെക്കാമെന്ന് വെച്ചു. പിന്നെ നമ്മളെ മീനുണ്ട്, അത് ഫ്രൈ ആക്കാം. ഓക്കെ. പിന്നെ നമുക്ക് ചീരയാണ് ഉപ്പേരി. ചീര കട്ട് ചെയ്ത് വെക്കാം. ഞാൻ എന്തിനും വോയിസ് ഓവർ ചെയ്താൽ പ്രശ്നം.
ഇവിടുന്ന് ഞാൻ അധികം വോയിസ് ഓവർ ചെയ്യുന്നതിൻ്റെ കാര്യം വേറൊന്നുമല്ല കേട്ടോ. നമ്മൾ അപ്പുറത്തും അടുത്തടുത്ത് ഫുള്ള് വീടുകളാണ്. അപ്പോൾ ആടെന്ന് പറയുന്നത് ഇവിടുന്ന് കയറിയെന്നൊക്കെ കേൾക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് ചെയ്യുന്ന വീഡിയോസ് അധികം ഞാൻ എപ്പോഴും വോയിസ് ഓവറായിട്ട് ചെയ്യുന്നത്. അതിനിത് അമ്മ പച്ചക്കായിൽ ഉപ്പും മുളകും മഞ്ഞളൊക്കെ ഇട്ട് കുക്കറിലാക്കി അടുപ്പത്ത് വെച്ചു. അപ്പോഴേക്കും ഞാൻ എന്നാൽ പിന്നെ ചീരയൊക്കെ കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ വിചാരിച്ചതിനേക്കാളും കുറച്ച് നല്ല ചീരയാണ്, പക്ഷേ കുറച്ച് മൂത്തതായിരുന്നു. അപ്പോൾ ഞാൻ വളരെ സാഹസികമായിട്ടാണ് മുറിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞിതാ നമ്മൾ നോർമൽ ചീര ആക്കുന്ന പോലെ തന്നെ ഇതാ മഞ്ഞളും ഉപ്പും ഇട്ടു. ചില ആൾക്കാർ മുളക് പൊടി ഇടും, പക്ഷേ എനിക്കത്ര ഇഷ്ടമല്ല. ഞാനാക്കുമ്പോൾ എപ്പോഴും മഞ്ഞളും ഉപ്പും മാത്രമേ ഇടുള്ളൂ. എനിക്ക് ചോറിലും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഉപ്പേരി. ഞാൻ ചോറ് കുറച്ച് പോർഷൻ എടുക്കുകയുള്ളൂ, പക്ഷേ ഉപ്പേരിയും കറിയും ഒക്കെ ഞാൻ നന്നായിട്ടെടുക്കും. അതിനെയാണ് ഞാൻ പൊതുവേ കഴിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ ചീരയൊക്കെ സെറ്റാക്കി കഴിയുമ്പോഴേക്കും അമ്മ ഫിഷെല്ലാം മുറിച്ച് സെറ്റാക്കി. അപ്പോൾ ഇത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ ചെറിയൊരു പേസ്റ്റ് പോലെ ആക്കും. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, വേറൊന്നുമല്ല, നന്നായിട്ട് അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇത് കുറച്ച് വലിയ മീനായതുകൊണ്ട്, മീൻസ് നമ്മൾ അയിലയും മത്തിയൊന്നുമല്ലല്ലോ, കുറച്ച് വലിയ മീനായതുകൊണ്ട് ഇതിൻ്റെ അകത്തൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കറിവേപ്പിലയും പിന്നെ നമ്മളെ വെളുത്തുള്ളി ഒരു 3-4 അല്ലി നല്ല പോലെ ചതുക്കിയിട്ട് ഇതിലേക്ക് പേസ്റ്റ് ആക്കുന്നതിൻ്റെ അകത്ത് ഇട്ടാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഈ വെള്ളത്തിന് പകരം വേണമെങ്കിലില്ലേ ഇച്ചിരി പുളി പിഴിഞ്ഞിട്ട് അതിൽ കലക്കിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിന്ന് പിന്നെ വെള്ളം എടുത്തു എന്നേ ഉള്ളൂ. ഞാനിതാ മീനെല്ലാം കൂടെ ഇട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് പിടിപ്പിച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും മസാല എന്ന് പറയുന്നത്. കറിവേപ്പിലയും നമ്മുടെ വെളുത്തുള്ളിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് സാധാരണ ഇതിലേക്ക് ഇടുക. പക്ഷേ നമ്മൾക്ക് ഇവിടെ കറിവേപ്പില അപ്പോഴേക്കും പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പൊരിക്കുമ്പം എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. അതിന് ഇതൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ മാറ്റി വെച്ചു. ചീര ഞാൻ അടുപ്പത്ത് വെക്കുമ്പോഴേക്കും അമ്മ ഇത് തേങ്ങയിൽ അരച്ച് സെറ്റാക്കിയിട്ടുണ്ട് കായ്ക്കറിക്ക് വേണ്ടിയിട്ട്. നമ്മൾ വേവിപ്പിച്ച് വെച്ച കായെല്ലാം ഒരു ചട്ടിയിലേക്ക് മാറ്റി അതിലേക്ക് അരപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. നമ്മൾ കറി ഓൾമോസ്റ്റ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ലാസ്റ്റത്തെ കറിവേപ്പില ഇട്ട് കൊടുത്തു. അതിലിടക്ക് ഞാൻ ചീര ഒന്ന് റെഡിയായി വന്നപ്പോൾ അതിലേക്ക് തേങ്ങാപ്പീര ആഡ് ചെയ്ത് കൊടുത്തു. ഒന്നും കൂടെ ഇളക്കിയിട്ട് അടച്ചു വെച്ചു. നമ്മൾ ലഞ്ചിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോൾ ഷുട്ട് നല്ല ഉറക്കാണ്, എണീച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് ചെറിയൊരു തലവേദന അന്നേരം തന്നെ വന്നു തുടങ്ങിയതുകൊണ്ട് ഞാൻ അവൾ എണീക്കുന്നിടയ്ക്ക് കുറച്ച് സമയം പോയിട്ടൊന്ന് കിടക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ആക്ച്വലി കിടക്കാൻ പറ്റിയില്ല. ഞാൻ കിടന്ന് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അവൾ എണീച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ചുട്ടൂപ്പി ഉറക്കലക്കായി എണീച്ചുക്കായ്. ശനിപ്പിന്ന് ഉറങ്ങൂല, അമ്മയ്ക്കൊന്നും ഉറങ്ങാൻ പറ്റില്ല അല്ലേ. നീ എന്തിനാ രാവിലെ എണീച്ച് വന്നേ? അതാ പറ്റുണ്ട് നോക്കണേ. ഇനി ചുട്ടൊരു ചോറ് ഇത് 12 മണി ആകാനായി. അയ്യോ 12 മണി ആകാനായി. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇവക്ക് ചോറ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. ചെറിയ തലവേദന വരുന്നുണ്ട്, രാവിലെ എണീച്ചുകൊണ്ടാന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ അമ്മമ്മയല്ലേ എന്താ ചെയ്യുന്നത് നോക്കട്ടെ.
അങ്ങനെ എണീച്ച് അവളൊന്ന് ഫ്രഷപ്പായി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അവൾക്ക് ലഞ്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് ലഞ്ച് കൊടുത്തു. പിന്നെ ഞാനും നേരെ പോയിട്ട് ലഞ്ച് കഴിച്ചു. എനിക്ക് രാവിലത്തെ തലവേദന കാര്യം മര്യാദയ്ക്ക് കഴിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ചോറുന്നെല്ലാം പരിപാടി എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം ചുറ്റുപാടുന്ന് കളിക്കുന്നുണ്ട്. ഓൾ നേരത്തെ ഉറങ്ങി എണീച്ചുകൊണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഇപ്പോൾ ഉറങ്ങാൻ പോകുന്നില്ല. എനിക്കാണെങ്കിൽ ചെറിയൊരു തലവേദന വരുന്നുണ്ട്. നമുക്കിന്ന് നമ്മൾ തറവാടിൻ്റെ അടുത്തുള്ള അമ്പലത്തിലെ ഉത്സവമാണ്. അപ്പോൾ ഈവനിങ് ആകുമ്പോൾ അങ്ങോട്ടേക്ക് പോകണം. അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്. ഇപ്പോൾ അവൾ അവിടുന്ന് പാട്ട് കാണുന്നുണ്ട്. ടി വി അച്ഛൻ ന്യൂസ് വെക്കാൻ വേണ്ടി ടി വി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതെല്ലോ തമിഴ് പാട്ടെല്ലാം ഇങ്ങനെ കാണുന്നുണ്ട്. എന്നാലും ഞാൻ കുറച്ച് എഡിറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും എഡിറ്റിംഗ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ഓക്കെ. അങ്ങനെ നമ്മൾ ഉച്ച സമയമൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മ ഇതാ പതിവ് പോലെ തന്നെ നല്ല മാങ്ങയൊക്കെ കട്ട് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ചുട്ടൂന് എന്താ പറയുക, അവൾ ഇങ്ങനെ ഓരോ കുരുത്തക്കേട് കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ നടുവിലായിരുന്നു. അപ്പം മാങ്ങ എന്തായാലും അവൾ കഴിക്കാനൊന്നും പോകുന്നില്ല. 1 2 എടുത്ത് കഴിച്ചാലായി. പക്ഷെ അച്ഛനെ കഴിക്കാനും വിടുന്നുണ്ടായിരുന്നില്ല. അതാണ് അവളുടെ അവസ്ഥ. ഞാനൊക്കെ അവൾക്ക് അപ്പോഴേക്കും എന്തെങ്കിലും പാലോ എന്തെങ്കിലും ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ വൈകുന്നേരം ആയപ്പോൾ ചുട്ടൂന് പാല് കാച്ചി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ തണിക്കണം. ഞങ്ങൾക്ക് കൊടുക്കാൻ മുട്ട വെച്ചിട്ടുണ്ട്, എല്ലാവർക്കും വെച്ചിട്ടുണ്ട്. അപ്പം ചുട്ടൂന് കളിക്കാൻ വേണ്ടി ജാനുവേട്ടൻ വന്നിട്ടുണ്ട്. കളീൻ്റെ തിരക്കിലാള് കാണുന്നുണ്ട്, ഞാൻ കണ്ടിന്. ടാറ്റാ. എവിടെ പോയേ നീ ജാനു? കാല് പൊല്ലുവിടെ, ഇങ്ങോട്ട് വാടാ. ഇതെന്താ തവളച്ചാട്ടാ? അങ്ങനെ എല്ലാവരും കളിയെല്ലാം കഴിഞ്ഞ് പോയി. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ചായ കുടിക്കാനുള്ള പരിപാടിയാണ്. ഇന്ന് നമ്മൾക്ക് ഷുട്ടൂന് മുട്ട വെക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും മുട്ട വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം കുളിപ്പിക്കണം ഷുട്ടൂന. അമ്പലത്തിൽ പോകണമെന്നുണ്ട്. പക്ഷെ എനിക്ക് നല്ല തലവേദന ഇന്ന് ഉച്ച മുതൽ തുടങ്ങിയതാ. അറിയില്ല പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. പോകുന്നുണ്ട്, എന്തായാലും ഞാൻ ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും ചായ കുടിച്ചിട്ട് ഇനിയിപ്പോൾ ഷുട്ടൂനെ കുളിപ്പിക്കേണ്ട പരിപാടിയിൽ നോക്കട്ടെ. ഷുട്ടൂനെ അമ്മമ്മ കുളിപ്പിച്ച് സെറ്റാക്കി അവിടെ ഇരുത്തിയിട്ടുണ്ട്. ഞാൻ ആൾക്ക് കുറച്ച് സമയം പാട്ട് വെച്ചു കൊടുത്ത് പെട്ടെന്ന് പോയിട്ട് കുളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ ഷുട്ടൂനെ കുളിപ്പിച്ച് ഒന്ന് സൈഡാക്കി അവിടെ ഇരുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് പോയിട്ട് കുളിച്ചിട്ട് വരട്ടെ. എനിക്കിങ്ങനെ തലവേദന കുറച്ച് ചെറുതായിട്ട് ഇങ്ങനെ കൂടി വരുന്നുണ്ട്. അമ്പലത്തിൽ പോകാൻ പറ്റുമോ ഇല്ലയോ ഒന്നും അറിയില്ല. പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. നോക്കട്ടെ എന്തായാലും. അപ്പോൾ എന്തായാലും ഞാൻ പെട്ടെന്ന് പോയിട്ട് കുളിച്ചിട്ട് ഓടി വരാം. ഓക്കെ. ഞാൻ കുളിച്ച് കഴിഞ്ഞ് പിന്നെ എനിക്ക് എടുക്കാനൊന്നും പറ്റില്ല. ഞാൻ പെട്ടെന്ന് തന്നെ താഴേക്ക് വന്നിട്ട് ചുട്ടൂന്ന് ടി വി ഒക്കെ ഓഫ് ചെയ്തൊന്ന് സെറ്റാക്കി. അധിക സമയം കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു പേടിയാണ്, ടെൻഷനാണ്, കണ്ണിൻ്റെ കാര്യമാണല്ലോ. അങ്ങനെ നമ്മൾ താഴെ വന്ന് ഇതാ വിളക്കെല്ലാം കത്തിച്ച് കഴിഞ്ഞ് പിന്നെ നേരെ റെഡിയാവാൻ തുടങ്ങി അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അമ്പലം കാവ് ഓൾമോസ്റ്റ് കാവ്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് പോകാമെന്ന് വിചാരിച്ചു. അവിടെ ഒരു 7 മണി 7:30 ഒക്കെ ആകുമ്പോഴേക്കും വെള്ളാട്ടം തുടങ്ങുമെന്നാണ് പറയുന്നത് കേട്ടത്. അപ്പോൾ എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു. ഞാൻ ഒരു ടാബ്ലറ്റ് എടുത്ത് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അല്ലാണ്ട് ചുട്ടൂൻ്റെ കുക്കിയിലും ബഹളത്തിലും എൻ്റെ തല ഇങ്ങനെ പൊട്ടിത്തെറിക്കും. അല്ലാണ്ട് എനിക്ക് ഗുളിക കുടിക്കണം നിവൃത്തി ഉണ്ടായിരുന്നില്ല. അങ്ങനെ പെട്ടെന്ന് റെഡിയായിട്ട് പിന്നെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ റെഡിയായി. ഇനിയിപ്പോൾ പോകണം. അമ്മ മാറ്റിത്തരാം. മാറ്റാം. അപ്പൊ എന്തായാലും നമ്മൾ പോകുന്ന വഴി കാണാം. കുട്ടിക്ക് ഭയങ്കര അലമ്പാണ്. അപ്പൊ നമുക്ക് പോകുമ്പോൾ കാണാം. ലെറ്റ്സ് ഗോ. ഏലിക്കുടി അതിലൂടെ പോകാൻ പറ്റൂ? കനകേച്ചിന്റെ ഇപ്പുറത്തോട്ട് പോകാൻ പറ്റില്ലേ? അല്ല ഇപ്പം പോയിക്കൂടെ? അങ്ങനെ ഇതാ നമ്മൾ നടന്ന് കാവിൻ്റെ ആ ഒരു എൻട്രൻസിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട്. നമ്മൾ പണ്ട് പോകുന്ന വഴിയിലും ഇപ്പുറത്തെ കൂടെ ഒക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത്. കാരണം പണ്ടത്തെ വഴി കുറച്ചും കൂടെ ലൈറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളെ തറവാടിൻ്റെ അവിടുത്തെ കുറച്ച് ലൈറ്റൊക്കെ ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് അതിലൂടെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. തറവാട് ഞാൻ പിന്നെ ഒരു ദിവസം എന്തായാലും നോക്കിയിട്ട് വീഡിയോ എടുത്ത് കാണിക്കാം കേട്ടോ. അതിൻ്റെ അടുത്ത് തന്നെയാണ് കാവ്. ഇതുവഴി വരുമ്പോൾ നമുക്ക് ശരിക്കും കുറച്ചും കൂടെ ലോങ് ആണ്. നമ്മളിത് അവസാനം അവിടെ എത്തി. നമ്മളവിടെ എത്തുമ്പോഴേക്കും ആക്ച്വലി എല്ലാം തുടങ്ങാനാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. സത്യം പറഞ്ഞാൽ നമ്മളായിരുന്നു ഫസ്റ്റിൽ എത്തിയിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ഒരു 7 മണി 7:30 ആയി തുടങ്ങാൻ വേണ്ടിയിട്ട്. നമ്മളവിടെ എത്തിയപ്പോൾ അവർ ഇങ്ങനെ മുകളിലത്തൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിയാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് പിന്നെ അങ്ങനെ അവിടെ ഇരുന്നു. നല്ലൊരു ആംബിയൻസ്, നല്ല രസമായിരുന്നു. ചൂടൊന്നുമില്ലല്ലോ, അധികം സന്ധ്യക്കായതുകൊണ്ട് അധികം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ചുട്ടുവിനെ ഫുള്ള് ഇതാ ചന്ദനം തൊട്ട് വെച്ചുകൊണ്ടേ ഇരിക്കലായിരുന്നു. പിന്നെ എപ്പോഴത്തെയും പോലത്തെ നമ്മളെ ലാസ്റ്റിലത്തെ ചടങ്ങ്. ചുട്ടു ഇത് കണ്ടപ്പോൾ തൊട്ട് ചാടാൻ തുടങ്ങിയതാണ്. അവസാനം ഞാൻ ഒരു ബലൂണും വാങ്ങിച്ച് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു. ഇനി അധിക സമയം അവിടെ നിന്നില്ല. അങ്ങനെ ഇതാ അമ്പലത്തിലെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചുട്ടുവിന് ചോറ് കൊടുക്കണം. ആളിന്ന് നേരത്തെ കിടന്ന് ഉറങ്ങിയോണ്ട് നല്ല ഉറക്കമെല്ലാം വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് ഇങ്ങ് പോകുന്നു. അപ്പം ഞാൻ എന്തായാലും ഒന്ന് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അവൾക്കൊന്ന് ഫുഡെല്ലാം കൊടുത്ത് സെറ്റാക്കട്ടെ. ഇന്നിനിപ്പം നമ്മൾ വേറെ പ്രത്യേകിച്ച് ഒന്നും ആക്കുന്നില്ല, ചോറ് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം എന്തായാലും ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് കാണാം. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് മേലെ എത്തി. ഇവള് ഇന്ന് ഉച്ചക്ക് വേഗം ഉറങ്ങി എണീച്ചുകൊണ്ട് നല്ല ഉറക്കുണ്ട്. അപ്പം ഞാനും പെട്ടെന്ന് കിടക്കട്ടെ എന്ന് ചോദിച്ചാൽ നല്ല തലവേദനയുണ്ട്, ഭയങ്കര ടയർഡാണ്. എങ്ങനെയൊക്കെയോ കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മളൊരു ദിവസം ഇത്രയൊക്കെ ഉണ്ടായിട്ടുള്ളൂ. നമ്മളിനിയിപ്പോൾ പെട്ടെന്ന് ഉറങ്ങാൻ പോവാണ്. ഇതാ ഒരാൾ ഉറങ്ങാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഡ്രസ്സ് ഇടണം, എനിക്കും നൈറ്റ് ഡ്രസ്സ് ഇടണം. അപ്പം നമുക്ക് നാളത്തെ ഡെയിലി വ്ളോഗായിട്ട് നാളെ കാണാം. അതുവരെ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അതുപോലെ കാണാനും മറക്കരുത്. പ്ലീസ് സപ്പോർട്ട് അസ്. ഓക്കെ, അപ്പോൾ ബൈ, ഗുഡ് നൈറ്റ്.